ഹലോ ഗൈസ്, ഇത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞങ്ങൾ അമ്പലത്തിലോട്ടാണെന്ന്. അല്ല കേട്ടോ. അങ്ങനെ മുന്നോട്ട് എന്നപ്പോഴത്തേക്കും വഴി മുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബ്യൂസി പാലസിനെ പകുതി വഴിക്ക് വെച്ചിട്ടാട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അലർജിയും ഹെയർ ഫോളും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഡോക്ടറെ കാണാനുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് വീട്ടിലോട്ട് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് ഏതാണ്ട് ഉച്ചയൊക്കെ ആവാറായപ്പോഴത്തേക്കും ആട്ടോ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ബാഗിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള അത്ര ടാസ്ക്. അങ്ങനെ പണിപ്പെട്ട് താക്കോലൊക്കെ കിട്ടിയിട്ടുണ്ട്. വിശന്ന് വലഞ്ഞ് വന്നതുകൊണ്ട് തന്നെ ആദ്യം കയ്യിൽ കിട്ടിയ എല്ലാ സാധനത്തും വലിച്ചു വാരി തിന്നിട്ടാട്ടോ പണിയിലോട്ട് കടന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ നൈറ്റ് ഉണ്ടാക്കിയ പപ്പായ ഷേക്കായിരുന്നു ഞങ്ങളുടെ മെയിൻ എര. പിന്നെ നമ്മൾ നേരെ കുക്കിങ്ങിലോട്ട് കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഷമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാത്തിനും തൊലി കളയുന്നത് ഇവക്കൊട്ടും താല്പര്യമുള്ള കാര്യമില്ല. എന്നെ ഭയങ്കരമായിട്ട് ട്രോളൊക്കെ ചെയ്യും. പിന്നെ പോയി വേപ്പിലൊക്കെ പൊട്ടിച്ച് വന്ന് നേരെ ചീനിച്ചിട്ട് വെച്ചിട്ടുണ്ട്. കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും അശ്വതിക്ക് നേരെ തിരിച്ചാട്ടോ. എനിക്കാണെങ്കിൽ കൂടെ ഒന്ന് വർത്താനം പറയാൻ മാത്രം മതി ആരെങ്കിലുമൊക്കെ. പിന്നെ സമയം ഒട്ടും പാഴാക്കാതുള്ള കുക്കിംഗ് ആണല്ലോ നിങ്ങൾ ഈ കാണുന്നത്. ഇതിലെൻ്റെ അമ്മയാണ് എൻ്റെ ഗുരു. വേറൊന്നല്ല, ആദ്യം വേണ്ട സാധനങ്ങൾ സെറ്റാക്കി വെച്ചിട്ടായിരിക്കും നമ്മൾ പിന്നീടുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ആദ്യം സവാളയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി അടപ്പത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് വഴന്ന് വന്ന നേരം കൊണ്ട് നമ്മൾ ബാക്കി മെയിൻ ഇൻഗ്രീഡിയൻസിനെയൊക്കെ സെറ്റാക്കിയാൽ മതി. പിന്നെ അങ്ങനെ ഫുഡൊക്കെ സെറ്റായിട്ട് നമ്മൾ കഴിക്കാനെടുത്തിട്ടുണ്ട്. അങ്ങനെ പണി കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നേരെ പോയത് പുറത്തോട്ടാട്ടോ. അശ്വതിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഈ അലക്കല്ലാട്ടോ. പിന്നെ നമ്മുടെ പൂജ സാറും ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ ഇരുന്ന്